നമസ്കാരം. ഇന്ന് 25/6/2025. ഇന്നത്തെ മാതൃഭൂമിയിലെ ഒരു വാർത്ത എന്നെ വളരെ രസിപ്പിച്ചു. അതിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന വലിയ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാർത്തയാണ്, ട്രംപ് പറഞ്ഞു വെടി നിർത്തി. ഇത്ര മനോഹരമായ വാർത്ത. കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു, നശിപ്പിക്കേണ്ടതെല്ലാം നശിപ്പിച്ചു, തകർക്കേണ്ടതെല്ലാം തകർത്തു, അവസാനം കോംപ്രമൈസ്. ഇത് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചില പരിപാടികളുണ്ട്. കൂട്ടുകാർ തമ്മിൽ ഒരു ശല്യക്കാരനെയാണെങ്കിൽ രണ്ടടി കൊടുക്കണം. കൂട്ടുകൂടിപ്പോവും, ഒരുത്തൻ കയറി അടിക്കും. നേരത്തെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരുത്തൻ കയറി അടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടെങ്കിൽ മറ്റുള്ളവരും കയറി അടിക്കും. അടിച്ചിട്ട് വേറൊരുത്തൻ വന്ന് പിടിച്ചു മാറ്റും. എന്തുവാടാവും ഈ പ്രശ്നം? ചുമ്മാ നമ്മളെല്ലാം സുഹൃത്തുക്കളില്ലയോ, തട്ടി തലോടി അപ്പോഴത്തേക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിയും. ഇതാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ പറ്റിയത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രയേലും എല്ലാം ചേർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയായിരുന്നു ഇത്. അത് മനസ്സിലാകാത്തത് ഇസ്ലാമിക മിലിറ്റൻ്റ് രാജ്യങ്ങൾക്ക് മാത്രമാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാമല്ല, ഇസ്ലാമിക മിലിറ്റൻ്റ് രാജ്യങ്ങൾ, അതായത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ, അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ഇറാൻ ആണവശക്തി ആർജിച്ചാൽ അത് ഈ ലോകത്തിനാകമാനം നാശമായി വരും. അതിവർക്കറിയാം. അപ്പോൾ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഇത് എന്നുള്ളതിന് സംശയം വേണ്ട. അതിനിടയിൽ നടന്നതെല്ലാം നാടകങ്ങളായിരുന്നു. ട്രംപിൻ്റെ കമൻറ്റുകൾ, മറ്റ് പല കാര്യങ്ങളും. അവസാനം കോംപ്രമൈസ് ചെയ്തു. ഇറാനിലെ മൊത്തം തകർന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തകർന്നു. ആണവ നിലയം തകർന്നു. കുറേ യുറേനിയം അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു. ആ യുറേനിയം കൊണ്ട് ഒരു കാര്യവുമില്ല. ആ യുറേനിയം ആറ്റം ബോംബാക്കണമെങ്കിൽ അതിനുള്ള സന്നാഹങ്ങൾ വേണം. അതെല്ലാം തകർത്തു, നശിപ്പിച്ച് ആറാണക്കല്ല് വെച്ചു. ഇനി ഒരു 15 വർഷം എടുക്കും ഇറാൻ പഴയ സ്ഥിതിയിൽ തിരിച്ചു വരാൻ. അവിടുത്തെ പ്രധാനപ്പെട്ട പാലങ്ങളെ, കുന്തം, കുടച്ചക്രം എല്ലാം അടിച്ചു അവന്മാർ തകർത്ത് കളഞ്ഞു. എന്നാൽ ഇസ്രയേൽ എങ്ങാണ്ടൊക്കെ ബോംബിട്ടെന്നാണ് പറഞ്ഞത്. വേലിക്കൽ കൊണ്ട് ബോംബിട്ട് ഇറാൻ ആശ്വാസം കണ്ടു. ഇസ്രയേലി ജനങ്ങൾ ആട്ടവും പാട്ടുമായി ഇത് ആഘോഷിക്കുന്നു. ഇറാൻ മുച്ചൂടും തകർന്ന് നശിച്ച് നാറാണക്കൽ വെച്ചു. അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയായിരുന്നു ഇതെന്നുള്ളത് ആർക്കും സംശയമില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആർക്കും സംശയമില്ല. അതറിയാത്തത് ഈ തരത്തിലുള്ള ഇറാൻ പോലെയുള്ള ഭീകര രാഷ്ട്രങ്ങൾ മാത്രമാണ്. അവർക്ക് ഇനിയും മനസ്സിലാവത്തില്ല. ഇനി അവർ എണ്ണയൊക്കെ വിറ്റ് കുറേ പൈസയൊക്കെ ഉണ്ടാക്കും, ആണവനിലയം ഉണ്ടാക്കും, അവന്മാർ പിന്നെ അടിക്കും, പിന്നെയും തകരും. എന്നും അടി വാങ്ങിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മര്യാദയ്ക്ക് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വല്ലവരെയും തോളെ കയറിയേ ജീവിക്കാൻ പറ്റും. ഇവർ ആണവശക്തി ആർജിച്ചാൽ ഇവർ അതൊക്കെ ഭീകരന്മാർക്ക് കൊടുക്കും. ലോകത്ത് ആകമാനമുള്ള ഇസ്ലാമിക ഭീകരർക്ക് ഈ ആണവായുധം കിട്ടിയാൽ അവർ ലോകം നശിപ്പിക്കും, അവരും നശിക്കും. എന്തായാലും ഇസ്രയേലിൻ്റെ ഈ നടപടി നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും ഇറാനെ ഒരു 10 വർഷത്തേക്ക് ഭയക്കണ്ട, ഇസ്രയേലിനും ലോകരാഷ്ട്രങ്ങൾക്കും. അത് കഴിഞ്ഞ് പതുക്കെ ചൊറിഞ്ഞു വരുമ്പോൾ അടുത്തടി കൊടുക്കുമ്പോൾ അവരിരുന്നോളും. പക്ഷേ യുദ്ധം ഇങ്ങനെ അവസാനിച്ചത് നന്നായി. അല്ലേ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ ഗതി സദ്ദാം ഹുസൈൻ്റെ പോലെ ആയനെ. ഇവർ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച്, അവരുടെ ആൾക്കാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അവരുടെ ആൾക്കാരെ കൊണ്ട് വിചാരണ നടത്തി അവർ തന്നെ തൂക്കാൻ വിധിച്ചേനെ. അതിനുള്ള ദൗർഭാഗ്യം ഖമീനിക്ക് ഉണ്ടായില്ല. എന്തായാലും ഈ യുദ്ധം ഇങ്ങനെ അവസാനിച്ചത് നന്നായി. ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർത്തത് നന്നായി. ഇറാൻ കുറച്ചു കാലം കൂടെ മിണ്ടാതിരുന്നോളും. ഇനിയും കടന്നു വരും. അന്നേരം അടി കൊടുത്താൽ മതി. ഇസ്രയേലിനും മറ്റുള്ളവർക്കും എല്ലാം സന്തോഷമായി ജീവിക്കാം. ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം. പ്രത്യേകിച്ച് സായിപ്പന്മാർ, അവർക്ക് സൂചിച്ച് ജീവിക്കണം. മറ്റുള്ളവരുടെ തോളെ കയറാനൊന്നും അവർ പോകത്തില്ല. അവർക്ക് സൂചിച്ച് ജീവിക്കണം. അവരുടെ സുഖത്തിന് വിഘ്നം വരുത്തിയാൽ അവർ ഏതറ്റം വരെയും പോകും. അത് അമേരിക്ക ആയാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും ആരായാലും. അവരുടെ ബുദ്ധി അപാരമാണ്. ബുദ്ധിയില്ലാത്തവർ ചിന്തിച്ച് ജീവിക്കുക. നന്ദി, നമസ്കാരം.